വെള്ളിയാഴ്ച ഹാജരാകാത്ത വീണ വിജയന് അന്ന് തന്നെയാണ് ഇ ഡി സമൻസ് നൽകിയത് ബുധനാഴ്ച ഹാജരാകണം എന്നുള്ളത്. ഇനി പ്രതിരോധം തീർക്കാൻ സഖാക്കൾ അല്ലെങ്കിൽ CPM-ലെ മുതിർന്ന നേതാക്കൾ ആരും വരില്ല എന്ന് പൂർണ്ണമായും അവർ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. നാളെ വീണ വിജയൻ ED-യുടെ മുന്നിൽ എത്തുമോ? അതിനു മുൻപ് ED-യെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നോ സഖാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ? അതിൽ ആദ്യമായി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാസപ്പടി കേസിനോടുള്ള CPM-ന്റെ സമീപനത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഒരു പ്രാഥമികമായി നമ്മൾ കാണേണ്ട ഒരു വിഷയം. നമ്മളിപ്പോൾ ഓർത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2023 6-ാം മാസമാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവരുടെ ഒരു ദീർഘമായിട്ടുള്ള ഒരു വിധിന്യായം ഈ CMRL കമ്പനി ഏതാണ്ട് 135 കോടി രൂപയുടെ ചെലവ് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ ഈ വിധിന്യായം വരുന്നത് 2023 6-ാം മാസത്തിലാണ്. ആ 6-ാം മാസത്തിൽ വന്ന ആ റിപ്പോർട്ടിലാണ് 2019-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു ഇൻകം ടാക്സ് റെയ്ഡ് CMRL എന്ന് പറഞ്ഞ കമ്പനിയിൽ നടന്നുവെന്നും ആ റെയ്ഡിന്റെ ഭാഗമായി ഈ വീണ ടി എന്ന് പറഞ്ഞിട്ടുള്ള വനിത നടത്തുന്ന ഒരു 1% കമ്പനിയായിട്ടുള്ള എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയും CMRL-ലുമായി 2 കരാറുകളിൽ ഒപ്പിട്ടിരുന്നുവെന്നും അതിലൊരു കരാറ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയുമായി മാസം 3 ലക്ഷം രൂപ ഉള്ള ഒരു കരാറും മറ്റൊന്ന് വീണ ടി എന്ന് പറഞ്ഞിട്ടുള്ള വനിതയുമായി ഒരു IT കൺസൾട്ടന്റ് എന്ന് കണ്ടു പറഞ്ഞിട്ടുള്ള സർവീസ് ലെവൽ എഗ്രിമെന്റ് ഓരോ മാസം 5 ലക്ഷം രൂപ എന്നുള്ള നിലയിൽ 2 കരാറുകൾ ഒപ്പിട്ടിരുന്നു. 2019 മുമ്പ് ഒപ്പിട്ടിരുന്നുവെന്നും ആ കരാർ പ്രകാരം പിന്നെ ഏതാണ്ട് 1,72,00,000 രൂപ വാങ്ങിയിരുന്നുവെന്നും അതിന് സേവനങ്ങളൊന്നും നൽകിയില്ലായിരുന്നുവെന്നും അതുകൊണ്ട് ആ പണം സെറ്റിൽ ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുമാണ് പിന്നെ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ട്, ആ ഓർഡറിൽ അന്ന് വന്നത്. അതോടൊപ്പം തന്നെ ചില അബ്രീവിയേഷൻസും വന്നിരുന്നു. PV RC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അബ്രീവിയേഷൻസും വന്നിരുന്നു. എന്ന് മാത്രമല്ല ആ ഓർഡറിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ഈ വീണ ടി എന്ന് പറയുന്നവരുടെ ആയിരുന്നു ഇവര് CMRL-ലുമായി ഇടപെടൽ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടാണ് ശരിക്കും മാസപ്പടി കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസിന്റെ ജെനിസിസ്, അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് അന്നത്തെ ആ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ കഴിഞ്ഞ ഒരു 2-3 എനിക്ക് തോന്നാൽ പറഞ്ഞാൽ ഒരു 2023 6-ാം മാസം മുതൽ 2026 മെയ് 26 വരെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇത് സംബന്ധിച്ചുള്ള സമീപനം എന്ന് പറയുന്നത് ഇതൊരു കള്ളക്കേസാണ്. ഈ കേസിന് യാതൊരു നിലനിൽപ്പുമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിയുമായി, മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ്. അതിനവര് ആ കമ്പനിയുമായി എഗ്രിമെന്റ് വെച്ചിട്ട് അവർ നടത്തിയതാണ്. അതെന്തോ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു സാധനമായിരുന്നു. എന്ന് മാത്രമല്ല ഇത് ഔദ്യോഗികമായി ബാങ്കിൽ കൂടെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണ്. ഇതിന് GST അടച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ അവർക്ക് പിന്നെ എന്തുകൊണ്ട് അവർക്കൊരു സ്ഥാപനം നടത്തിക്കൂടാ? ആ സ്ഥാപനത്തിന് എന്തുകൊണ്ട് മറ്റ് കമ്പനികളുമായി എഗ്രിമെന്റിൽ എത്തിക്കൂടാ? ആ കമ്പനികളിൽ നിന്ന് എന്തുകൊണ്ട് പിന്നെ ബാങ്കിൽ കൂടി പണം വാങ്ങിച്ചുകൂടാ? ആ പണത്തിന് GST അടച്ചതല്ലേ? അതുകൊണ്ട് ഈ കേസ് പരിപൂർണമായി കെട്ടിച്ചമച്ചൊരു കേസാണെന്നും മകളെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അച്ഛനെ പിന്നെ താറടിക്കാനുള്ള ശ്രമമാണ് എന്നുമാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഈ കാളികൂളി സംഘങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഒരു മിനിറ്റ് ഞാൻ തീർന്നു. അത് നമ്മൾ നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പിന്നെ വീണ വിജയനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു 1/2 ഡസൻ പ്രസ്താവനകളെങ്കിലും വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വാദഗതികൾ ഉയർന്നു വന്നാൽ അതിന് കൊടുക്കേണ്ട മറുപടി എന്ത് എന്ന് പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് താഴെത്തട്ടിലേക്ക് കുറിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ ഈ മെയ് 26-ന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അതും കൂടെ പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമാകും. മെയ് 26-ന് ശേഷം വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയ് 26-ന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ എന്താണ്? മെയ് 27-ന് വിജയന്റെയും മകളുടെയും വീട്ടിൽ റെയ്ഡ് നടന്നു. അവിടുന്ന് കുറെ രേഖകളും ഫോണും ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയി.
എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു. മെയ് 26-ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്നും പറഞ്ഞുകൊണ്ടൊരു വിധി വന്നു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിലും ആ അന്വേഷണം തുടരാമെന്നുള്ള നിലയിലുള്ള വിധി വന്നു. ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നതിനെ തുടർന്ന് CPM എന്ന് പറഞ്ഞ പാർട്ടി ഈ കേസിൽ എടുത്തിട്ടുള്ള സമീപനത്തിൽ അടപടലം മാറ്റം വരികയും വീണ വിജയന്റെ കേസ് വീണ വിജയൻ കൈകാര്യം ചെയ്യുമെന്നും അതിനുള്ള ശക്തി അവർക്കുണ്ടെന്നും അവർ നിയമപരമായി അല്ലാതെ കൈകാര്യം ചെയ്യുന്നു, അതിനകത്ത് പാർട്ടിക്ക് ഒന്നും പറയാനില്ലെന്നും ഈ വിഷയത്തെ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തിയാൽ മാത്രമേ പാർട്ടി ഇടപെടുകയുള്ളൂ എന്നുമുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് ഇപ്പോൾ പാർട്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മകളുടെ കാര്യത്തിൽ ഞങ്ങൾ പാർട്ടി ഇടപെടില്ല. നേരത്തെ പറഞ്ഞിരുന്നത് മകളുടേതും കള്ളക്കേസാണ് എന്നുള്ളത്. ആ മാറ്റം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വേണം നാളത്തെ ഈ വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ചോദ്യം ചെയ്യലിനെ നമ്മൾ പ്രാഥമികമായി അതിനെ വീക്ഷിക്കാൻ എന്നാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ വീണ വിജയനെതിരെ ഇനി അന്വേഷണത്തിന് മൊസാദ് വരുമോ എന്നാണ് ബ്രിട്ടാസ് ചോദിച്ചത്. വീണ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ സ്വന്തമായി കമ്പനി തുടങ്ങി അവരുടെ മേഖലകൾ കണ്ടെത്തുന്നവരാണ് എന്നാണ് KK ശൈലജ പറഞ്ഞത്. അത് പിണറായി വിജയനിലേക്കുള്ള നീക്കത്തിലേക്കാണ് ED കടക്കുന്നത് എന്നൊക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നാളെ ഇന്നിപ്പോ കരിമണൽ കർത്തയുടെ മകളെയും മകനെയും ചോദ്യം ചെയ്തു, ഒരുമിച്ചിരുത്തിയൊക്കെ ചോദ്യം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടി നാളെ വീണ ഹാജരാകുമ്പോൾ അറസ്റ്റിലേക്കുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവർ പറഞ്ഞ വീണ വിജയനും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മുഴുവൻ ഷർദിൽ മുഴുവൻ ഈ ബ്രിട്ടാസ് മുതൽ ശൈലജ വരെയുള്ളവർ ഇത് വിഴുങ്ങിയതാണ്. അതിന്റെ വിശദാംശങ്ങളും അതിന്റെ തെളിവുകളും മുഴുവൻ പുറത്തു വന്നതാണ്. SFIO നടത്തിയ അന്വേഷണത്തിൽ കരിമണൽ കമ്പനിയുമായി ഇവർ നടത്തിയ ഫ്രോഡുലന്റ് ആയിട്ടുള്ള 2.78 കോടി രൂപയുടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ അവർ കണ്ടുപിടിച്ചതിന്റെ ഭാഗമായി 2013 കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് പ്രകാരം ഇവർ 10 വർഷം വരെയുള്ള തടവ് ശിക്ഷയ്ക്ക് ശിക്ഷാർഹരാണെന്നുള്ള കുറ്റപത്രം എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതി 3 സമർപ്പിച്ചത് ആ രേഖയായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഈ ബ്രിട്ടാസിനും ശൈലജയ്ക്കൊന്നും തലയ്ക്ക് വെളിവില്ലാത്തവരായതുകൊണ്ടും അവരുടെ തലയ്ക്കകത്ത് വെറും കളിമണ്ണാണെന്നുള്ളത് കൊണ്ടും അവരിതുപോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അത്രയ്ക്ക് ബോധർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നാളെ വീണയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചാൽ നാളത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നടക്കുന്ന ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ അന്വേഷണത്തിലെ ED അന്വേഷണത്തിലെ 2ാം ഘട്ടമാണ്. ഇത് ആദ്യത്തെ ഘട്ടം മെയ് 27-ാം തീയതി കഴിഞ്ഞു. മെയ് 27-ാം തീയതി വിജയന്റെ മകളുടെ വീട്ടിലുള്ള റെയ്ഡ്, വിജയന്റെ മരുമകന്റെ വീട്ടിലുള്ള റെയ്ഡ്, വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ പിണറായിയുള്ള വീട്ടിലുള്ള റെയ്ഡ് ഉൾപ്പെടെ CMRLന്റെ കമ്പനികൾ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ ED വിശദമായിട്ടുള്ള റെയ്ഡ് 2026 മെയ് 27-ാം തീയതി നടത്തിയിരുന്നു. അന്ന് കുറെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അപ്പൊ അതാണ് ഈ ചോദ്യം ചെയ്യലിലെ 1ാമത്തെ ഘട്ടം. 2ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വീണ നാളെയാണ് വരുന്നത്. പക്ഷെ കർത്താവിന്റെ മകൾ ഷിബി കർത്ത, കർത്താവിന്റെ ഭാര്യ ജയ കർത്ത, കർത്താവിന്റെ മകൻ സരൺ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചോദ്യം ചെയ്യലിന്റെ ഇപ്പം വെച്ചാൽ ഈ ഒരു കേസിൽ, മാസപ്പടി കേസിൽ പലരും ഇതിനകത്ത് പ്രതികളാണ്. ഒന്ന് കർത്തയുടെ കുടുംബം, അതായത് ശശിധരൻ കർത്ത. അയാൾക്കതോ ക്യാൻസറായി വന്നുകൊണ്ട് അയാൾ അവിടെ മാറിക്കിടക്കുകയാണ്. അയാളുടെ മകൻ സരൺ കർത്തയുണ്ട്, അയാളുടെ മകൾ ജയ കർത്തയുണ്ട്, അയാളുടെ ഭാര്യ ജയ കർത്തയുണ്ട്, മകൾ ഷിബി കർത്തയുണ്ട്, പിന്നെ ഒരു മകളുടെ ഭർത്താവ് ഒരു അനിൽ പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമുണ്ട്. അതിൽ ഈ സരൺ കർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ മകനാണ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ. മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ഷിബി കർത്തയുടെ ഭർത്താവായിട്ടുള്ള ഈ അനിൽ പണിക്കർ. മനസ്സിലായോ? അപ്പം അവരെല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അവരെല്ലാവരും തന്നെ ഈ നിപുണ, പിന്നെ വാഹിനി, സസ്ജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെൽ കമ്പനികൾ ഈ CMRLുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികളിലേക്ക് ഓവർ ഇൻവോയ്സ് ചെയ്ത് പണം CMRLിൽ നിന്ന് കൊടുക്കും. ഈ വാഹിനി എന്ന് പറഞ്ഞ കമ്പനി, നിപുണ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ CMRLുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ അത് ഇതൊക്കെ നടത്തുന്ന കമ്പനികളാണ് ഈ ഷെൽ കമ്പനികൾ ഞാനിപ്പോ ഈ പറഞ്ഞത്. ആ കമ്പനികളെല്ലാം തന്നെ നടത്തുന്നത് എംപവർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കമ്പനികളെല്ലാം ഷെൽ കമ്പനികളാണ്.
ഈ കമ്പനികളെല്ലാം നടത്തുന്നത് ശശിധരൻ കർത്താവും അയാളുടെ ഭാര്യയും മകളും മരുമകനും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഈ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷെൽ കമ്പനികൾ CMRL ഓരോ സേവനം ചെയ്തു എന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കും. ആ രേഖ ഉണ്ടാക്കിയിട്ട് അതിന് ഓവർ ഇൻവോയ്സ്ഡ് ആയിട്ട് പണം കൊടുക്കും. എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഉള്ളൊരു സേവനമാണ് ചെയ്തിരിക്കുന്നത്, അതിന് ഇവർക്ക് 1000 രൂപ കൊടുക്കും. എന്നിട്ട് ആ ഓവർ ഇൻവോയ്സ് ചെയ്തപ്പെട്ടുള്ള പണം മുഴുവൻ ആ കമ്പനികളിൽ നിന്ന് CMRL തിരിച്ചിങ്ങ് മേടിക്കും. അപ്പം ആ കമ്പനികളിലെല്ലാം ഉള്ളത് ഈ മകളും മരുമകനും ഭാര്യയും മക്കളും ഒക്കെയാണ്. മനസ്സിലായോ? അവരെല്ലാവരും ഇതിനകത്ത് പ്രതികളാണ്. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സാകേഷ് കുമാർ എന്നും മുരളീധരൻ എന്നും പറഞ്ഞിട്ടുള്ള 2 ഓഡിറ്റർമാരുണ്ട്. അവർ ഇതിനകത്ത് പ്രതികളാണ്. അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓഡിറ്റിൽ ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കരിമണൽ കമ്പനി നടത്തുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം 10,000 രൂപയിൽ കുറവുള്ള ട്രാൻസാക്ഷൻസ് ആയിട്ട് അവർ രേഖപ്പെടുത്തും. മനസ്സിലായില്ലേ? ഇപ്പൊ അവര് വാഹിനി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു 10-600 ട്രാൻസാക്ഷൻസ് ആക്കിയിട്ട് ആ ഓരോ ട്രാൻസാക്ഷൻസും 10,000 രൂപ താഴെയാക്കും. 10,000 രൂപ താഴെയാക്കിയുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ആ ഓഡിറ്റബിൾ അല്ല. അപ്പൊ ഓഡിറ്റബിൾ അല്ലാതാക്കി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം 10,000 രൂപ താഴെയാക്കുന്നത്. അത് കണ്ടുപിടിക്കാതെ CMRLുമായി ഒത്തുകളിച്ച 2 ഓഡിറ്റർമാരുണ്ട്. അതിലൊന്ന് സാകേഷ് കുമാർ എന്ന് പറഞ്ഞവനും ഒന്ന് മുരളീധരൻ എന്ന് പറഞ്ഞവനുമാണ്. അവനും പ്രതിയാണ്. അപ്പൊ ഈ കേസിൽ 3 തരത്തിലുള്ള ആളുകൾ പ്രതിയാണ്. ഒന്ന് ശശിധരൻ കർത്താവ്, അയാളുടെ ബന്ധുക്കളായിട്ടുള്ള ശരൺ കർത്ത, ശിവി കർത്ത, ജയ കർത്ത, അവരുടെ മരുമകനായിട്ടുള്ള അനിൽ പണിക്കർ, അതൊരു വിഭാഗം. 2 വീണ ടി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം. 3 ഇതിന് കൂട്ടുനിന്ന ഓഡിറ്റർമാർ, അത് വേറൊരു വിഭാഗം. അങ്ങനെ ഒരു 8-9 പ്രതികളുണ്ട്. ആ പ്രതികളിൽ നിന്നെല്ലാം ഇൻഡിവിജ്വലായി ഇപ്പോ ED മൊഴിയെടുക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ചെയ്തത് എന്താണ്, എന്ത് കള്ളത്തരാണ് ചെയ്യുന്നത്, EDക്ക് അതൊക്കെ എളുപ്പമാണ്. അപ്പൊ ഇപ്പൊ 2ാം ഘട്ടത്തിൽ നടക്കുന്ന ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ അത് ഇവരെ ഓരോരുത്തരെയോടുമുള്ള ചോദ്യം ചെയ്യലാണ്. ഈ ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് നടക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടാവും. ആ ചോദ്യം ചെയ്യലാണ് ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. അതായത് വീണയെയും ഈ മറ്റു പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ കണ്ടുപിടിക്കാൻ കഴിയും. ആ ചോദ്യം ചെയ്യൽ കഴിയുമ്പോഴാണ് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രധാനമായി SFI അന്വേഷണത്തിൽ വ്യത്യസ്തമായി കണ്ടുപിടിക്കാനുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ ഘടകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മാൻഡേറ്റ്. ഇപ്പൊ ഇതിൽ തന്നെ വിദേശത്ത് ഈ കരിമണൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും വിദേശത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് ഒരു കമ്പനി ഉണ്ടാക്കിയതായിട്ട് SFI അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തോ ഒരു മൂസ എന്ന് പറഞ്ഞ ഒരുത്തിന്റെ നേതൃത്വത്തിൽ. അത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഘടകം വരുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ചോദ്യം ചെയ്യലിലൂടെ കഴിഞ്ഞ് അടുത്ത ചോദ്യം ചെയ്യൽ അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ഭാഗവും കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.